നിങ്ങൾ ഈ പെരുന്തുംപാറ നേരിട്ടില്ലേ? ഞാൻ ആ പെരുന്തുംപാറയിലുള്ളത്. പെരുന്തുംപാറയിലെ ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയിലാണ്. പെരുന്തുംപാറ വ്യൂ പോയിന്റിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. കാസ്റ്റർ വില്ലാസും അതുപോലെ തന്നെ ഇസാറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ പെരുന്തുംപാറയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു കാറ്റും തണുപ്പും എല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലും കിട്ടും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പെരുന്തുംപാറയിലൊക്കെ വന്നിട്ടുള്ളവർക്കാണെങ്കിലും മനസ്സിലാവും, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ആ ഒരു കാറ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു റൂമിൽ നിന്ന് കഴിഞ്ഞാൽ, ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോൾ കുട്ടിക്കാനൊക്കെ വന്നാലും തേക്കടിയും വാഗമണും ഒക്കെ തന്നെയാണ് എപ്പോഴും പോകാറുള്ളത്. പക്ഷേ അതൊക്കെ എപ്പോഴും ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പെരുന്തുംപാറ, അതുപോലെ തന്നെ നമുക്ക് പാഞ്ചാലിമേടുണ്ട്, സത്രമുണ്ട്, പിന്നെ അമ്മച്ചിക്കൊട്ടാരമുണ്ട്. അങ്ങനെ ഇൻ ആൻഡ് അറൗണ്ട് ആയിട്ട് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. നമ്മളെല്ലാവരും ഒരേപോലെ ചില്ല് ചെയ്തു, എൻജോയ് ചെയ്തു. നമുക്ക് നമ്മുടെ കാറുമായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റേയുടെ തൊട്ടടുത്ത് വരെ എത്താൻ പറ്റും. പാർക്കിംഗ് ഏരിയയും കാര്യങ്ങൾക്കൊന്നും ഒരു വിഷയമില്ല. ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ സിറ്റി ലൈഫ്, ഹെക്ടിക് ആയിട്ടുള്ള ആ ഒരു ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഒപ്പം വന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ തന്നെയാണ്. ഇവിടെ വേറെ ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല. തൊട്ടടുത്തായിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഫാക്ട്സും ഇവിടെ ഇല്ല. ഈ കോടയും മഞ്ഞും മഴയും കാറ്റും ഇതൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ 2 കോട്ടേജാണ് ഉള്ളത്. ഇസാറ്റിൻ എന്ന് പറയുന്ന ഒരു കോട്ടേജും അതുപോലെ തന്നെ കാസ്റ്റർ വില്ലാസ് എന്ന് പറയുന്ന ഒരു കോട്ടേജും കൂടിയുണ്ട്. ടോട്ടലി 8 റൂംസാണ് ഇവിടെ ഉള്ളത്. ഈ 8 റൂമിനും ഇവിടെ ബാൽക്കണി ഉണ്ട്. ആ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കോടയും മഴയും മഞ്ഞും ഒക്കെ ഉണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ന്യൂലി മാരിഡ് കപ്പിൾസ് ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. നമ്മുടെ ഇസാറ്റിനിൽ 3 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ലിവിംഗ് റൂമുമാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റർ വില്ലയിലേക്ക് വരുവാണെങ്കിൽ 5 ബെഡ്റൂമും അതുപോലെ തന്നെ 2 ലിവിംഗ് റൂമും ഉള്ളത്. ഈ പറയുന്ന റൂംസിനെല്ലാം സെപ്പറേറ്റ് ബാൽക്കണിയും അത് എല്ലാ റൂമിനും നല്ല പക്കാ വ്യൂവും ഉണ്ട്. ഇവിടുത്തെ വാഷ്റൂംസ് ആണെങ്കിലും റൂംസ് ആണെങ്കിലും എല്ലാം പക്കാ നീറ്റാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഇവിടെ ഒരു ഓപ്പൺ ഷവർ ഏരിയ ഉണ്ട്. അപ്പോൾ മഴയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു ഫീലോടുകൂടി നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണ്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്നവർക്കായിട്ട് നൈറ്റ് നമ്മുടെ ഈ തണുപ്പത്തൊക്കെ ചെല്ലിതിരിക്കാനായിട്ട് ക്യാമ്പ് ഫയർ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ബാർബിക്യൂ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു സോഫ്റ്റ് ട്രക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് പ്രോപ്പർട്ടി? പൊളിയല്ലേ? പെരുന്തുംപാറയൊക്കെ വരുവാണെങ്കിൽ നെവർ മിസ് ദിസ് പ്രോപ്പർട്ടി. ഫാമിലി ആയിട്ടും ഒറ്റയ്ക്കും എങ്ങനെ വേണമെങ്കിലും വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്ന് സ്റ്റേ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡിയും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും താഴ്ത്തി കൊടുത്തിട്ടുണ്ടാവും.